നോയ്സിന്റെ N1 സീരീസ് ആമസോണിൽ അത്യാവശ്യം നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള സീരീസ് ആണ്. സോ ആ ഒരു സീരീസിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ബഡ്സ് N1 Pro 1499 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ആമസോണിലും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും എത്തിയ ബഡ്സ് N1 Pro നമ്മൾ വാങ്ങിച്ചാൽ വത് ബൈങ് ആകോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുക. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഇഷ്ടം ലൈക്ക് ആയിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടെ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ നോയ്സ് ബഡ്സ് N1 Pro. എന്നാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ കോമ്പാക്ട് സൈസ് ആണ്, കൂടാതെ പ്രീമിയം മെറ്റാലിക് ഡിസൈൻ ആണ് ഇവിടെ കാണുന്നത്. മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാൻ ചാൻസ് ഇല്ല നമ്മൾ റഫ് യൂസ് ചെയ്താൽ പോലും. ഏറ്റവും മുകളിൽ നോയ്സിന്റെ ലോഗോ ഉണ്ട്, മുന്നിൽ ഒരു LED ഇൻഡിക്കേറ്ററും പിറകിൽ ഒരു Type-C പോർട്ടും നമുക്ക് കാണാൻ സാധിക്കും. 500 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു കേസിനുള്ളത്. സോ അപ് ടു 60 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. പിന്നെ Type-C ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി, നമുക്ക് 200 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ഈ ഒരു കേസിൽ നിന്ന് കിട്ടുന്നതാണ്. കൂടാതെ ഒരു ലിഡിന്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ചീപ്പ് ക്വാളിറ്റി പോലത്തെ ഒരു ഫീൽ ഉണ്ട്. എന്നാൽ പോലും 1500 റേഞ്ചിൽ പ്രശ്നമില്ല. പക്ഷേ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ചീപ്പ് ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കൂടാതെ ഇൻ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് തറയിൽ വീണാൽ പോലും പെട്ടെന്ന് ലിഡ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഇയർബഡ് എടുത്ത് തെറിച്ച് പോകാനും ചാൻസ് വളരെ കുറവാണ്. അത്രയും നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ ആ ഒരു ലിഡിന്റെ ഭാഗം നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ഏത് ഡിവൈസിലാണോ പറയുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആകും. കാരണം ഇതിനകത്ത് ഹൈപ്പർ സിങ്ക് ടെക്നോളജി ഉണ്ട്. നമ്മൾ റീസെന്റ് ആയിട്ട് ഇവരുടെ വേറൊരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനകത്ത് പക്ഷേ ഈ ഹൈപ്പർ സിങ്ക് ടെക്നോളജിയും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു കാര്യങ്ങൾ സഹിതം കാണാൻ സാധിക്കും. ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ആണ്. കൂടാതെ പ്രീമിയം ക്രോം ഫിനിഷ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ലുക്ക് നമ്മുടെ ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക് ഫീൽ ചെയ്യും. നോയ്സിന്റെ ലോഗോ പിറകിൽ കാണാം, കൂടാതെ LED ഇൻഡിക്കേറ്ററും ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു തിളങ്ങുന്ന ക്രോം ഫിനിഷ് ആയിട്ടുള്ള ഡിസൈനാണ് കാണാൻ പറ്റുക. 11mm ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകളും വരിക. എന്നാൽ എത്ര മണിക്കൂർ നമുക്ക് സിംഗിൾ പ്ലേറ്റിംഗ് കിട്ടും അല്ലെങ്കിൽ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ടെന്ന് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. ഈ നോയ്സിന്റെ ലോഗോയുടെ ഭാഗത്തായിട്ടാണ് നമ്മുടെ ടച്ച് സെൻസേഴ്സ്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്. വലുതിൽ നമ്മൾ 1 ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് വോളിയം അപ്പ് ആവും, ഇടയിൽ നമ്മൾ 1 ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് വോളിയം അങ്ങോട്ട് ഡൗൺ ആവും. കൂടാതെ ഡബിൾ ടാപ്പ് നമ്മൾ ഇടത്തിൽ വലുതിൽ ചെയ്താലും മ്യൂസിക് പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ പോസ് ചെയ്യാനും സാധിക്കുന്നതാണ്. കൂടാതെ ട്രിപ്പിൾ ടാപ്പ് നമ്മൾ വലുതിൽ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ട്രിപ്പിൾ ടാപ്പ് നമ്മൾ ഇടതിൽ ചെയ്യുവാണെങ്കിൽ അതങ്ങോട്ട് പ്രീവിയസ് ട്രാക്കിലേക്കും പോകുന്നതാണ്. കൂടാതെ ടാപ്പ് ആൻഡ് ഹോൾഡ് നമ്മൾ വലുതിൽ ചെയ്യുമ്പോഴാണ് ഇതിനകത്തുള്ള 32 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആവും. കൂടാതെ ഓഫ് ആക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ട്രാൻസ്പെറൻസി മോഡിലേക്കും പോകും. ഇനി ഇടതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് 45 ms അൾട്രാ ലോ ലേറ്റൻസി മോഡിനകത്ത് ഓൺ ആകുന്നതാണ്. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട് നമ്മൾ ചെവിയിൽ ഇത് വെക്കുമ്പോൾ തന്നെ. അതിന് ആ ഒരു കാരണം ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. പിന്നെ നമ്മൾ ഒരു ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് പാട്ട് കേൾക്കാം, മൂവീസ് കാണുക, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കൊക്കെ ആ ഒരു ക്രൗഡ് നമ്മളെ അഫക്ട് ചെയ്യുന്നെങ്കിൽ ഇതിനകത്ത് അപ് ടു 32 dB വരെയുള്ള ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. സോ അതും കൂടെ അങ്ങോട്ട് ഓൺ ആയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു നോയ്സ് കട്ട് ഓഫ് ചെയ്യും. എന്ന് വെച്ചിട്ട് ഭയങ്കര വലിയ രീതിക്ക് കട്ട് ഓഫ് ചെയ്തില്ല. കാരണം ജസ്റ്റ് 32 dB എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, അന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇൻഡോറിനകത്തൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കി എന്നുള്ളൊരു ഫീൽ ഉണ്ടായിട്ട് നമുക്ക് നല്ല രീതിക്ക് പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ മൂവീസ് കാണുകയോ അല്ലെങ്കിൽ ഒരാളുടെ സംസാരിക്കുമ്പോഴത്തേക്ക് ആ ഒരു രീതി നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കുറച്ച് കൂടുതൽ നേരം ഉപയോഗിച്ചാൽ അങ്ങനെ വലിയ രീതിക്ക് പെയിനൊന്നും എടുക്കത്തില്ല. സോ വെയറിംഗ് കംഫർട്ട് എന്തായാലും പക്കയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നോയ്സ് ബഡ്സ് N1 Proയിൽ നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റിയാണ്. ഇൻറ്റോറിൽ ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് ക്വാഡ് മൈക്ക് വിത്ത് ENC ആണ്. അതായത് ഓരോ ഇയർബഡിലും നമുക്ക് 2 മൈക്ക് വീതം കാണാം. ഓപ്പോസിറ്റ് അത്യാവശ്യം നല്ല സ്പീഡിന് ഫാനൊക്കെ ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കോളിംഗ് പേർപ്പസിന് വേണ്ടി ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വർത്ത് ബൈങ് ആയിട്ട് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ SBC AAC കൊടുക്കാനുള്ളത്. സോ 100% നമ്മൾ പാട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല 99.9% പാട്ടുകളിലും. എന്തായാലും എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിലും അതുപോലെ തന്നെ സ്പോട്ടിഫൈയിലും രണ്ടിലും പാട്ടിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കുണ്ടായത് സ്പോട്ടിഫൈയിൽ കുറച്ചുകൂടി ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. യൂട്യൂബിൽ ഇല്ല എന്നുള്ളതല്ല, പക്ഷേ യൂട്യൂബിനേക്കാളും കുറച്ചൊരു പൊട്ടിക്ക് എൻഹാൻസ്ഡ് ആണ് നമ്മുടെ സ്പോട്ടിഫൈയിൽ. കൂടാതെ എവിടെയും രണ്ട് സ്ഥലത്തും നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. സോ 100% നല്ല രീതിക്ക് നമുക്ക് പാട്ടുകൾ എൻജോയ് ചെയ്തിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇപ്പോഴും ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിന് മുമ്പേ വരെ കുറച്ച് നേരം ഇതിൽ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. നല്ല രീതിക്ക് ബേസ് ഡോമിനേറ്റഡ് ആണ്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് സെപ്പറേഷനും എല്ലാം തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ഭയങ്കര വലിയ ആ ഒരു മണ്ട പൊളിക്കുന്ന രീതിക്കുള്ളൊരു ബേസ് ഇവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർ ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഡിസപ്പോയിൻറ്റഡ് ആകും. എന്നാൽ ബേസ് ഇഷ്ടമാണ്, പക്ഷേ ഭയങ്കര വലിയൊരു എന്താ പറയുക ഇതേപോലെ ഒരു അരോചകത്വമായിട്ടുള്ളൊരു ബേസ് ഇഷ്ടപ്പെടാത്തവർക്ക് ഉറപ്പായിട്ടും ഇത് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അതിപ്പോൾ പേഴ്സണലി എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് കേട്ട്
നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് പറയാനും പറ്റുള്ളൂ. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്. കൂടാതെ ഇതിനകത്ത് ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഉണ്ട്. അതായത് അറ്റ് എ ടൈം നമുക്ക് 2 ഡിവൈസുകളിൽ കണക്ട് ചെയ്യും. ഇപ്പോൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ ലാപ്പിലും നമ്മുടെ മൊബൈലിലും ഒക്കെ ഒരുമിച്ച് തന്നെ കണക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷനും ഉണ്ട്. സോ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്താൽ പോലും, കൂടാതെ ഡ്രസ്സിലിംഗ് ഇനി നല്ല കുറച്ച് ഹെവി റെയിൻ ആണെങ്കിൽ പോലും ഇതങ്ങോട്ട് റെസിസ്റ്റ് ചെയ്യും. പിന്നെ വാട്ടർ ആക്ടിവിറ്റിക്ക് പോകുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് കടലിലൊക്കെ പോകുമ്പോൾ ഇത് ഉപയോഗിക്കാതിരിക്കുക. കാരണം ഉപ്പ് വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഒരു വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ വാറണ്ടി ക്ലെയിം ചെയ്യുന്ന കാര്യത്തിലും പണി കിട്ടും. സോ വാട്ടർ ആക്ടിവിറ്റി കടലിലൊക്കെ പോകുമ്പോഴത്തേക്ക് വെക്കാതെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ 40ms അൾട്രാ ലോ ലേറ്റൻസി മോഡ് PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സ്പ്രേ ആയിട്ട് കൈ എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു സൗണ്ട് എന്തുമാത്രം സസ്റ്റെയിൻ ചെയ്തെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. സിംഗിൾ ടാപ്പ് ഉണ്ടോ, പക്കയാണ്. സ്പ്രേ ചെയ്യുമ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ടല്ലേ. പിന്നെ ഞാൻ SBC കോഡക്കിലേക്ക് വന്നതിന് ശേഷമാണ് ഈ ഒരു 40ms അൾട്രാ ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കിയത്. സോ എത്രയാണോ നമുക്ക് ആ ഒരു പക്ക കിട്ടുന്നത്, ആ ഒരു ഔട്ട്പുട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. എന്തായാലും കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് PUBG പോലുള്ള ഗെയിമുകളും കളിക്കാൻ പറ്റും കേട്ടോ, അതിൽ വേറൊരു സംശയം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു നോയ്സ് ബഡ്സ് N1 Proനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ തോന്നുന്നത്. 1490 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ നമ്മളിത് വാങ്ങിച്ച വത് ബൈങ് ആകുമല്ലോ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും 1500 രൂപയ്ക്ക് നല്ലൊരു ഡീലാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് കുറേ കൂടുതൽ ചോദിക്കുന്നതാണ്. ഇപ്പോൾ 161 ANC അതുപോലെ തന്നെ 14 ANC ഇതൊക്കെ വാങ്ങിച്ചാൽ നല്ലതാണെന്നുള്ളത്. എന്തായാലും അതിനേക്കാളും ഫാർ ബെറ്റർ ആണ് ഈ ഒരു പ്രോഡക്റ്റ്. അതിൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ആ ഒരു സൗണ്ട് സിഗ്നേച്ചറും കൂടാതെ ബിൽഡ് ക്വാളിറ്റിയും കുറച്ച് പ്രീമിയം ലുക്കാണ്, അല്ലെങ്കിൽ പ്രീമിയം ഫീലാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. 161 ആണെങ്കിലും അതുപോലെ തന്നെ 141 ആ ഒരു ANC ആണെങ്കിലും ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും 1500 രൂപയ്ക്കുള്ളിൽ നല്ലൊരു ഡീലാണ്, അതിൽ വേറൊരു സംശയമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.